നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിശ്ചയങ്ങൾക്കുമെല്ലാം കുറുകെ നിൽക്കുന്നത് നീയാണെന്ന് എന്റെ അമ്മ എപ്പോഴും പറയുന്നത്. അത് ശരിയായാലും തെറ്റായാലും ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നെ അപേക്ഷിക്കാൻ വേണ്ടിയാ ഞാനിതിവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇനിയെങ്കിലും എനിക്കെതിരെ നിൽക്കാതെ എന്നെ സഹായിച്ച് എനിക്കൊപ്പം നിൽക്ക് പ്ലീസ്. എന്റെ മകനെ, നമ്മുടെ മകനെ എനിക്ക് കണ്ടുപിടിച്ചേ തീരൂ. അതിന് വഴികാട്ടിയായിട്ട് നീ വേണം എനിക്കൊപ്പം നിൽക്കാൻ. രാധയും കാശിനാഥനും എനിക്കൊപ്പം ചേരാൻ എന്നും എപ്പോഴും സർവ്വ അനുഗ്രഹങ്ങളും നീ എനിക്ക് തരണം. അത് തന്നേ പറ്റൂ. തരുമെന്നാണ് എന്റെ വിശ്വാസം. പ്ലീസ്. അപ്പൊ ഗുഡ് നൈറ്റ്. ഇല്ല മേഘനാഥ, ഒരിക്കലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കില്ല. ആ ജീവനാന്തം ഒപ്പം കൊണ്ടു നടക്കേണ്ട ഭാര്യയെ കൊന്നു തള്ളിയിട്ട് അവളുടെ അനുജത്തിയിലേക്ക് കണ്ണു പായിക്കുന്ന നിന്റെ ഈ ജന്മം മരിക്കും മുമ്പ് തന്നെ നരകത്തിലേക്ക് വീഴുമെന്ന് ഉറപ്പാ. ചെയ്ത പാപങ്ങളുടെ നരക സഞ്ചാരത്തിന് ഒരുങ്ങാൻ നിനക്ക്. ഈ ഭൂമിയിൽ ഇനി നിന്റെ ആശകളൊന്നും സഫലമാകാൻ അനുവദിക്കില്ല ഞാൻ. രാധയെ നേടാനുള്ള നിന്റെ മോഹം ഉളയിലേക്ക് അരിഞ്ഞു പോകും. എന്റെ മകനെ എന്റെ അനിയത്തി രാധ വളർത്തും. അവൾക്കിഷ്ടമുള്ള, അവൾ മനസ്സ് നിറഞ്ഞു പ്രണയിച്ച പുരുഷനോടൊത്തു തന്നെ അവൾ ജീവിക്കും. നിനക്ക് കിട്ടാൻ പോകുന്നത് നരകത്തിലെ തീപ്പൊള്ളലുകൾ മാത്രം. എന്താടോ താൻ ഓഫീസിൽ വന്ന് ഒറ്റക്കാലി താമസാണോ? താങ്ക് യു പ്രസാദേട്ടാ, താങ്ക് യു വെരി മച്ച്. ആഹാ, ഇതെന്താ മാഡം പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ ഒരു കൈതൊഴിലും താങ്ക് യു വെരി മച്ച് ഒക്കെ? ആര് പറഞ്ഞു കാര്യമില്ലെന്ന്? ഈ വിവാഹ തീരുമാനം ഞാൻ എടുക്കുന്നത് എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയല്ലെന്ന് പ്രസാദേട്ടന് അറിയാലോ. ആരതിയും മുരളി ഒന്നാവാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു അത്. ശരി, ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാ. അതെ, ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ പ്രസാദേട്ടന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ വേരുറപ്പിച്ച ചില ഇഷ്ടങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോ അങ്ങനെ മനസ്സിൽ നനച്ചു വളർത്തുന്ന ആ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എന്റെ ഒപ്പം നിന്ന് തന്നതിനുള്ള തീർത്താ തീരാത്ത കടപ്പാടും നന്ദിയോ എന്റെ ഈ കൈകൂപ്പലും താങ്ക് യു വെരി മച്ചും. ഏയ് പ്ലീസ്, അങ്ങനെയൊന്നും ഫോർമാലിറ്റി പറയണ്ട അഞ്ജലി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാ. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഒപ്പം ഏതായാലും ഒരു കാര്യം അഞ്ജലിക്ക് വിശ്വസിക്കാം, എന്നും എപ്പോഴും അഞ്ജലിയുടെ തീരുമാനങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. ഇത് വെറൊരു വാഗ്ദാനമല്ല, മനസ്സുറപ്പിച്ചു തരുന്ന വാക്കുറപ്പാണ്. ഈ പ്രസാദിന്റെ വാക്കുറപ്പ്. സന്തോഷമായി പ്രസാദേട്ടാ. ഈ വിവാഹത്തിന് മുമ്പ് തന്നെ പ്രസാദേട്ടൻ എന്റെ ഏതോ സ്വന്തക്കാരനാണെന്നുള്ള കരുതലായിരുന്നു എനിക്ക്. നിർണായക ഘട്ടങ്ങളിൽ ഒരു സഹായത്തിന് എങ്ങോട്ട് കൈനീട്ടാമെന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും തെളിയുന്ന മുഖവും പ്രസാദേട്ടന്റേത് തന്നെയാണ്. ഇനിയിപ്പോ പ്രസാദേട്ടൻ എന്റെ സ്വന്തമാണെന്ന അറിവോടെ തന്നെ പ്രസാദേട്ടനെ സമീപിക്കാമല്ലോ. അതിനാണ് എന്റെ ഈ കൈകൂപ്പലും താങ്ക് യു വെരി മച്ചും. അയ്യോ ആയിക്കോട്ടെ, ഒരേ ഡയലോഗ് ആവർത്തിച്ച് ബോറാക്കണ്ട. കവിവാക്യം പറഞ്ഞ ഇനി നമുക്ക് പരസ്പരം ഊന്നുവടികളായിരിക്കാം. അഞ്ജലിക്ക് താങ്ങായി ഞാനും എനിക്ക് താങ്ങായി അഞ്ജലിയും. ഓക്കെ? അഞ്ജലി, അഞ്ജലി. ആ സീതമ്മേ, ദാ വരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കട്ടെ. ശരി, പോയിട്ടോ. ഓർമ്മയുണ്ട് എന്നെ? ഉണ്ട്. അന്നത്തെ കൂട്ടുകാരി എവിടെ? ഇപ്പൊ കൂട്ടുകാരി ഉപേക്ഷിച്ച് പുതിയ കൂട്ടുകാരനെ സംഘടിപ്പിച്ചോ? അത് അല്ല സർ. സർ നമസ്കാരം.
സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അമ്മ ഇവന്റ്സിലെ പ്രസാദേട്ടന്റെ അനിയനാണ്, ഹരി. ഓ, അന്ന് എക്സ് മേയർ ഉപേന്ദ്രവർമ്മ സാറിന്റെ മകളുടെ വിവാഹത്തിന് വെച്ച് കണ്ടിരുന്നു. ഓ, ഐ സീ. നൈസ് ടു മീറ്റ് യു. ഐ എം നാഥൻ. ചേട്ടനൊക്കെ സുഖം തന്നെയല്ലേ? സുഖമായിരിക്കും സർ. പിന്നെ പ്രസാദേട്ടന്റെ ഇവന്റ്സില് ഫുഡ് സപ്ലൈ ചെയ്യുന്ന അഞ്ജലി ചേച്ചി അറിയില്ലേ? അറിയാം, പറഞ്ഞറിയാം, പക്ഷെ കണ്ടിട്ടില്ല. പ്രസാദേട്ടൻ അഞ്ജലി ചേച്ചി വിവാഹം കഴിച്ചു. ഓ, ഗുഡ് ന്യൂസ്. പക്ഷേ ഞാൻ വിചാരിച്ചത് അവര് നേരത്തെ തന്നെ കല്യാണം കഴിച്ചവരാണെന്നാ. ഇല്ല സർ, ജസ്റ്റ് നോ. അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില ചടങ്ങുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗിലായിരുന്നു ഞങ്ങൾ. ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വലിയ സന്തോഷം. ഏതായാലും കണ്ടതല്ലേ, ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഓട്ടോ കാത്തു നിന്ന് വെറുതെ മെനക്കെടണ്ട. മാത്രമല്ല, നവവധൂവരന്മാരെ എനിക്കൊന്ന് ആശംസിക്കുകയും ചെയ്യാലോ. അയ്യോ വേണ്ട സർ, സാറിന് ബുദ്ധിമുട്ടാവും. ഇവിടെ പെട്ടെന്ന് ഓട്ടോ കിട്ടും. ഹരിയേട്ടാ, സാറിന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല കുട്ടി, കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. അതെ അതെ, ആര്യ സാറിന് ബുദ്ധിമുട്ടില്ലെന്ന് പറയുമ്പോ നമുക്കെന്താ പ്രയാസം? വാ വാ, വരൂ 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 വരൂ. Come on. ഈശ്വര, ഇയാളെ വീട്ടിൽ വന്നിട്ട് നവദമ്പതികളെ കാണാൻ ആവശ്യപ്പെടും. പ്രസാദേട്ടനും ചേച്ചി ഇറങ്ങി വരും. ഇയാള് ചേച്ചിയെ കാണും. ചേച്ചിക്ക് മാത്രമല്ല, പ്രസാദേട്ടനും അത് അപകടമാവോ? എന്താ ആലോചിച്ച് നിൽക്കുന്ന ആര്യ? വാ ഇങ്ങോട്ട്, സാറ് ക്ഷണിച്ചതല്ലേ. നമുക്ക് കാറിൽ പോവാം, വാ. കേറ്. ആര്യക്ക് സാറിനെ വേണ്ടത്ര പരിചയമില്ല, അതിന്റെ ഒരു മടിയുണ്ട്. ഏയ്, ഇറ്റ്സ് ഓക്കേ. സാർ ഇവിടെ തന്നെയാണോ? ഇടയ്ക്ക് നാട്ടിലേക്ക് പോകാറില്ലേ? ഇപ്പോ നാട്ടിൽ പോകാറായിട്ടില്ല. ഇവിടെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്യാനുണ്ട്, എന്നിട്ട് നാട്ടിലേക്ക് പോകും. സാറിനോട് എന്ത് പ്രശ്നങ്ങൾ? നമുക്ക് ഇടപെടാൻ പറ്റുന്ന വല്ല പ്രശ്നങ്ങളും ആണെങ്കിൽ. ഏയ്, സ്ട്രിക്ട്ലി പേഴ്സണൽ. ഓ, എന്നെ കബളിപ്പിച്ച് കിടന്ന ചിലരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കാനാണ്. അതിനുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ. അത് നന്നായി. നമ്മളെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരെ വെറുതെ വിടരുത് സർ. കൂമ്പടച്ചിടി കൊടുക്കണം, അതാണ് അതിനുള്ള മറുപടി. കൊടുത്തു കളയാം, ആദ്യം കിട്ടട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.